നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിസിറ്റിംഗ് വിസയിൽ കുവൈറ്റിലെത്തിയവർക്ക് ഓഗസ്റ്റ് 31 വരെ വിസ കാലാവധി നീട്ടി നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിടുകയുണ്ടായി. കോവിഡ് മൂലം വിമാന സർവീസുകൾ പല രാജ്യങ്ങളും ആരംഭിക്കാത്തത് കണക്കിലെടുത്താണിത്. വാണിജ്യ, ടൂറിസം, കുടുംബ സന്ദർശക വിസകളിലെത്തുന്നവരുടെ വിസ കാലാവധിയാണ് നീട്ടിയത്. അവധിക്ക് നാട്ടിൽ പോയവർ 1 വർഷത്തിനുള്ളിൽ തിരിച്ചെത്തിയാൽ മതിയെന്ന ഉത്തരവും ഇറക്കി. നേരത്തെ 6 മാസത്തിനുള്ളിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ വിസ റദ്ദാക്കുമായിരുന്നു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളിൽപ്പെട്ടവർക്കും തിരിച്ചു വരാനാവാത്തതിനാലാണ് ഇതിന്റെ കാലാവധിയും നീട്ടിയത്. മലയാളികളടക്കം നൂറുകണക്കിന് ഇന്ത്യക്കാർക്ക് പുതിയ തീരുമാനം ആശ്വാസമാകും. കർഫ്യൂ മൂലം താമസ വിസ പുതുക്കാൻ സാധിക്കാത്ത വിദേശികൾക്ക് പിഴയിൽ ഇളവുകളും വരുത്തിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 3349 പേരെയാണ് കോവിഡ് ടെസ്റ്റിന് വിധേയമാക്കിയത്. ഇതിൽ 851 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്തെ കോവിഡ് കേസുകളുടെ ആകെ എണ്ണം 27,043 ഉയർന്നു. പുതിയ രോഗികളിൽ 165 പേർ ഇന്ത്യക്കാരാണ്. ഇതോടെ കുവൈറ്റിൽ കോവിഡ് സ്ഥിരീകരിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 8,290 ഉയർന്നു. 27 മണിക്കൂറിനിടെ 7 പേരാണ് കുവൈറ്റിൽ മാത്രം കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇതിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നു. പത്തനംതിട്ട വല്ലന എരുമക്കാട് കിഴക്കേക്കര വീട്ടിൽ പവിത്രൻ ദാമോദരനാണ് മരിച്ചത്. 52 വയസ്സാണ്. ഇതോടെ രാജ്യത്ത് കോവിഡ് മൂലം മരിച്ചവരുടെ എണ്ണം 212 ഉയർന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് നാട്ടിലെത്തിയവർക്കും ഗൾഫിൽ കുടുങ്ങിയവർക്കും ഈ വിസ കാലാവധി നീട്ടിയത് ആശ്വാസകരമായ വാർത്ത കൂടിയാവുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.